കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2025 മെയ് മാസം, ഈ 5-ാം മാസം നമ്മെ വിട്ട് കടന്നുപോയി. 6-ാം മാസം ഈ ജൂൺ മാസത്തിലേക്ക് പ്രവേശിപ്പാൻ അതിൻ്റെ ആദ്യ ദിവസം പ്രഭാതം ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് പ്രഭാത സന്ദേശം ഗതസമന ഫെലോഷിപ്പ് പ്രയർ ഗ്രൂപ്പ് മസ്കറ്റിന് വേണ്ടി പാസ്റ്റർ KP പിൻഡോ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങളിൽ, ഉയർച്ചകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് ദൈവഹിഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുക. കഴിഞ്ഞ 5 മാസക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. നമ്മെ ദൈവം പല നിലയിൽ സഹായിച്ചു, വിടുവിച്ചു, രോഗശാന്തി തന്നു, ആരോഗ്യം തന്നു. 5 മാസം കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. എന്നാൽ ഈ കഴിഞ്ഞ 5 മാസവും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ നാം മുന്നോട്ട് യാത്ര ചെയ്തത്? ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞോ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുവാൻ നമുക്ക് കഴിയുന്നു. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. 3 കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ക്രിസ്തുയേശുവിൽ എന്നത് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. 1, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇത് 3 ഘടകങ്ങളല്ല, ഇത് 3 ഒരു മാലയിലെ 3 മുത്തുകളാണ്. സന്തോഷിക്കുവാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ, നന്ദി പറയുവാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവൻ ഏറ്റെടുക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അനുഭവമാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ കാലത്ത്, ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ചു കരയും. 3 പ്രാവശ്യം അവൻ പ്രാർത്ഥിക്കും. ഒരു മുസ്ലിം ഭക്തൻ അവൻ 5 പ്രാവശ്യം ഒരു നേരം നിസ്കരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കും. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസി എപ്പം വരെ പ്രാർത്ഥിക്കണം, എത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിച്ചാലുള്ള ഗുണമെന്താണ്? ഈ പുതിയ മാസത്തിൻ്റെ പ്രാരംഭ ദിവസത്തിൽ ഇങ്ങനെ ഞാൻ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണ്? എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും. ഇടവിടാതെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണ്? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, നന്ദി പറയുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തോർത്ത് സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ ആയുസ്സിലിടയായിത്തീരും. അത് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ, ഈ ആരംഭം മുതൽ തുടർന്നുള്ള ആഴ്ചകളിൽ, ദിവസങ്ങളിൽ ഒരു വലിയ തീരുമാനത്തോടെ, പ്രതിഷ്ഠയോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയണം. എന്ത്? ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ. അതിവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ആമേൻ, എപ്പോഴും സന്തോഷിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ,
എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പുതിയ മാസം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.